അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1435, 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ, 1 മുതൽ 15 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. تلك آيات الكتاب وقرآن مبين ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين إنا نحن نزلنا الذكر وإنا له لحافظون ولقد أرسلنا من قبلك في شيع الأولين وما يأتيهم من رسول إلا كانوا به يستهزئون كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. بسم الله الرحمن الرحيم. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം റാ. വിശദീകരണം അള്ളാഹുവിനറിയാം. തിൽക ആയാത്തുൽ കിതാബി ഖുർആനും മുബീൻ. പവിത്രമായ വേദത്തിലെയും സ്പഷ്ടമായ ഖുർആനിലെയും സൂക്തങ്ങളാണിത്. റുബമായ വദ്ദുല്ലദീന കഫറു. സത്യനിഷേധികളായ ആളുകൾ ചിലപ്പോൾ ആഗ്രഹിക്കും, ലൗകാനു മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ദർഹും, അവരെ തങ്ങൾ വിട്ടേക്കുക, യക്കുലു, അവർ ഭക്ഷണം കഴിക്കട്ടെ, വയതമത്തഉ, സുഖിക്കുകയും ചെയ്യട്ടെ, വയുൽഹിഹിമുൽ അമൽ, അവരുടെ വ്യാമോഹങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യട്ടെ. ഫസൗഫ യഅലമൂൻ, ഇതിന്റെയൊക്കെ ദുരന്തം എന്താണെന്ന് പിന്നീട് അവർ അറിയുക തന്നെ ചെയ്യും. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, ഒരു ഗ്രാമവാസികളെയും നാം നശിപ്പിച്ചിട്ടില്ല, ഇല്ലാ വലഹ കിതാബും മഅലൂം, അതിന് അറിയപ്പെട്ട ഒരു അവധി ഉണ്ടായിട്ടല്ലാതെ. അതായത് ഓരോ വിഭാഗത്തിലും നശിക്കാൻ അല്ലാഹു തആല കണക്കാക്കിയ നേരത്ത് മാത്രമേ അവർ നശിക്കുകയുള്ളൂ, നശിക്കേണ്ടവർ. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ, ഒരു സമുദായത്തിനും, അജലഹ, ഒരു സമൂഹവും അതിന്റെ അവധിക്ക്, അല്ലാഹു നിശ്ചയിച്ച അവധിയെ മുൻകടക്കുകയില്ല. വമാ യസ്തഖിറൂൻ, അവർ ആ അവധിയെ തൊട്ട് പിന്തുകയും ഇല്ല. വഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില ഇലൈഹി ദിക്റു, ഈ ഖുർആൻ എന്ന ഉത്ബോധനം ആരുടെ മേലിലാണോ ഇറക്കപ്പെട്ടതെങ്കിൽ ആ പ്രവാചകരെ, ഇന്നകല മജ്നൂൻ, നിശ്ചയം അങ്ങ് ഭ്രാന്തനാണ് എന്ന്. ലൗമാ തഅതീനാ ബിൽ മലായികത്തി, എന്തുകൊണ്ട് നിങ്ങൾ മലക്കുകളെ കൊണ്ടുവന്ന് തരുന്നില്ല ഞങ്ങൾക്ക്, ഇൻ കുന്ത മിനസ് സാദിഖീൻ, പ്രവാചകനാണെന്ന വാദത്തിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന്. അതിന് അള്ളാഹുവിന്റെ മറുപടിയാണ്, മാ നുനസ്സിലുൽ മലായികത്ത ബിൽ ഹഖ് ഇല്ലാ ബിൽ ഹഖ്, ന്യായമായ കാരണത്തിനു വേണ്ടി അല്ലാതെ മലക്കുകളെ നാം ഇറക്കുകയില്ല. വമാ കാനൂ ഇദം മുൻദരീൻ, അങ്ങനെ മലക്കുകളെ ഇറക്കപ്പെട്ടാൽ ആ നേരത്തെ പിന്നീട് അവർ സാവകാശം നൽകപ്പെടുന്നവരും അല്ല. എന്ന് പറഞ്ഞാൽ മലക്കുകളെ ഇറക്കിയിട്ട് പിന്നെയും വിശ്വസിച്ചില്ലെങ്കിൽ
സഡൻ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകും എന്നർത്ഥം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നിശ്ചയം നമ്മളാണ് ഈ ഖുർആൻ എന്ന ഉത്ബോധനത്തെ അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയം നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൽ അവ്വലീൻ, പൂർവിക കക്ഷികളിൽ നിശ്ചയം അങ്ങേക്ക് മുമ്പ് നാം ധാരാളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വമാ യഅ്തീഹിം മിർ റസൂലിൻ, അവർക്ക് ആ പൂർവിക സമുദായങ്ങൾക്ക് ഓരോ ദൂതൻ വരുമ്പോഴും ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരാ പ്രവാചകനെ പരിഹസിക്കാതിരുന്നിട്ടില്ല. അപ്രകാരം തന്നെയാണ് തങ്ങളെയും പരിഹസിക്കുന്നത് എന്നർത്ഥം. കദാലിക നസ്ലുഖുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, ഇപ്രകാരം ധിക്കാരികളുടെ ഹൃദയത്തിൽ ആ പരിഹാസത്തെ നാം പ്രവേശിപ്പിക്കുന്നു. ലാ യുഅ്മിനൂന ബിഹി, ഒരിക്കലും ആ സത്യത്തെ അവർ വിശ്വസിക്കുകയില്ല. വഖദ് ഖലത്ത് സുന്നത്തുൽ അവ്വലീൻ, യഥാർത്ഥത്തിൽ മുൻഗാമികളിൽ അള്ളാഹുവിന്റെ ചര്യ അത് കഴിഞ്ഞുപോയിരിക്കുന്നു. വലൗ ഫതഹ്നാ അലൈഹിം ബാബും മിനസ്സമായി, ആകാശത്തു നിന്ന് അവരുടെ മേലിൽ ഒരു കവാടം നമ്മൾ തുറന്നാൽ ഫളല്ലൂ ഫീഹി യഅ്റുജൂൻ, എന്നിട്ട് ആ കവാടത്തിലൂടെ അവർ കയറിപ്പോവുകയും ചെയ്താൽ എന്നാലും ലഖാലു, അവർ പറയും ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, നമ്മുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചിരിക്കുകയാണ്. ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ, അല്ല നമ്മൾ ആഭിചാരക്രിയക്ക് വിധേയരായിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് പറയുകയല്ലാതെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറാവില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. സൂറത്തുൽ ഹിജ്ർ 15-ാമത്തെ അധ്യായമാണ്. മക്കി സൂറകളിൽപ്പെട്ടതാണ്, അഥവാ ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ മക്കി സൂറകളുടെ സ്വഭാവങ്ങളൊക്കെ ഈ സൂറത്തിൽ പ്രധാനമായും പ്രകടമാവും. അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുക, നബി സല്ലല്ലാഹു തങ്ങളുടെ പ്രവാചകത്വം സ്ഥിരീകരിക്കുക, പുനർജന്മം സാധ്യമാണ് എന്ന കാര്യം വിശദീകരിക്കുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ പ്രധാനമായും ഈ അധ്യായത്തിൽ മുഴച്ചു നിൽക്കുന്നുണ്ടാകും എന്നർത്ഥം. 99 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം റാ, കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിലുള്ള ആ അക്ഷരങ്ങളുടെ വ്യാഖ്യാനം നമുക്കറിയില്ല എന്ന് പറയലാണ് ആ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. നമ്മളും അത് അങ്ങനെ തന്നെ പറയുന്നു. തിൽക ആയാത്തുൽ കിതാബി, ഇവ അഥവാ ഈ ഖുർആനിലൂടെ ഓതിത്തരുന്നവ പവിത്രമായ വേദത്തിലെ സൂക്തങ്ങളാകുന്നു. ഖുർആനിൻ മുബീൻ, വ്യക്തമായ ഗ്രന്ഥത്തിലെ ഖുർആനിലെയും വ്യക്തമായ ഖുർആനിലെയും പവിത്ര വേദത്തിലെയും ഒന്നിനെക്കുറിച്ചാണെന്നും അതല്ല പിന്നെ കിതാബ് എന്ന് പറഞ്ഞത് തൗറാത്ത് ഇഞ്ചീൽ പോലുള്ളതിനെ കുറിച്ചാണെന്നും മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. ഏതായാലും ഇവിടെ ഞാൻ തങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു തരുന്നത് വ്യക്തമായ ഖുർആനും അതേപോലെ തന്നെ ഗ്രന്ഥത്തിലെ വാക്യങ്ങളുമാണ്. അഥവാ ഒന്നും തങ്ങളുടേതായിട്ടുള്ള വകയിൽ പറഞ്ഞൊരു സംഗതിയല്ല എന്നർത്ഥം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഖുർആനിന്റെ ആധികാരികത സ്ഥാപിക്കുകയാണ്, അല്ലാഹു നൽകിയതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയ സ്വന്തം നിർമ്മിതിയല്ല എന്നുമുള്ള ശരിയായ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ പ്രയോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, റുബമായ യവദ്ദുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും, ലൗകാനു മുസ്ലിമീൻ, അവരും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന്. എന്താണ് ഈ പറയണത്? സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഭൂമിയിൽ അള്ളാഹുവിനെയും പ്രവാചകരെയും നിഷേധിച്ച് അങ്ങേയറ്റം മോശമായ നിലപാടുകൾ സ്വീകരിച്ച് നടന്നവരാണ്. എന്നാൽ പരലോകത്ത് അവർ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞങ്ങളും രക്ഷപ്പെട്ടേനെ എന്ന ആ ഒരു ആത്മഗതം ചെയ്യുന്ന ശൈലി അവരിലുണ്ടാകും. അന്നതൊരു വല്ലാത്ത ഖേദമായി, വലിയൊരു നഷ്ടബോധമായി, വലിയൊരു ദുഃഖമായി, ഒരിക്കലും സഹിക്കാനാവാത്ത വിഷമമായി അവരുടെ മനസ്സിനെ മെതിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മരണസമയത്ത് തന്നെ നരകത്തിന്റെ ഭയാനകമായ രംഗങ്ങൾ അവർക്ക് കാണിക്കപ്പെടും. അത് കാണുമ്പോഴാണ് ഇതിപ്പം പിടിവിട്ടല്ലോ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ, മുസ്ലിങ്ങളായിരുന്നു എങ്കിൽ നന്നായിരുന്നു, ഇസ്ലാമാണ് ശരിയെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ
മുസ്ലിമായെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കും എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, അവര് ഖബറിലൊക്കെ എത്തുന്ന സമയത്ത് ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോ അപ്പൊ അവർക്ക് എന്താവും, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന തോന്നൽ വരുമെന്നാണ്. ഇനി പരലോകത്ത് നരകത്തിലെത്തിപ്പെട്ടതിന് ശേഷം എന്തായാലും അത്തരത്തിലുള്ള തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, സത്യനിഷേധികൾ അവർ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ഇഖ്ബാറുൻ അൻഹും, ആ നിഷേധികളെ തൊട്ട് അല്ലാഹു തആല പറയുകയാണ്, അന്നഹും സയന്ദിമൂന അലാ മാ കാനൂ ബിഹി മിനൽ കുഫർ, അവരിലുണ്ടായ അവിശ്വാസത്തിന്റെ പേരിൽ അവർ ഖേദിക്കും പിന്നീട്. വയതമന്നൗന ലൗ കാനൂ മഅൽ മുസ്ലിമീന ഫിദ്ദാരി ദുനിയ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് അവരാഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ നഷ്ടബോധത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സിനെ നന്നായി മെതിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മരണാസന്നനാവുന്ന സമയത്ത് എന്നും അതല്ല നരകം കാണിക്കുന്ന സമയത്ത് എന്നും നരകത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്നും അന്ത്യനാളിൽ എന്നുമൊക്കെ ഈ ആഗ്രഹിക്കുന്ന സമയത്തെ സംബന്ധിച്ച് വ്യത്യസ്ത വീക്ഷണമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷികളായിട്ടുള്ള മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവര് ഈമാനുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു, അത് പുറത്തു കിട്ടിയിട്ടില്ല. അപ്പൊ ആ തെറ്റിന്റെ തോതനുസരിച്ച് ഒരു നിശ്ചിത കാലാവധി നരകത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടാകും. ഒരു റിമാൻഡ് കാലാവധി തീരുന്നത് വരെ അവർ നരകത്തിൽ കിടക്കേണ്ടി വരും. എന്നാൽ ആ കാലാവധിയിൽ നരകത്ത് കിടക്കുമ്പോൾ അവിശ്വാസികളായി നരകത്തിലുള്ളവർ ഈ വിശ്വാസികളായ നരകത്തിലുള്ളവരെ കാണുമ്പോൾ അവർ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? മാ അഗ്നാ അൻകും മാ കുൻതും തഅബുദൂന ഫിദ്ദുനിയ, അത് ശരി, നിങ്ങളിപ്പോ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹിനെ ആരാധിക്കണവരാണ്, ഞങ്ങൾ പ്രവാചകന്റെ ആൾക്കാരാണെന്നൊക്കെ വാദിച്ചിരുന്നില്ലേ? എന്നിട്ടിപ്പോ എന്തേണ്ടായി? ആ പ്രവാചകന്മാരെ നിഷേധിച്ച, അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ ഞങ്ങളും അവരൊക്കെ അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളും രണ്ടു കൂട്ടരും നരകത്തിലെത്തിയില്ലേ എന്ന് വിശ്വാസികളെ ട്രോളാൻ ഈ സമയം അവർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഫയഗ്ളബുല്ലാഹു ലഹും ബിഫളി റഹ്മതിഹി ഫയുഖ്രിജുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസികൾക്ക് വേണ്ടി ഈ അവിശ്വാസികളോട് ദേഷ്യപ്പെടുകയും വിശ്വാസികളെ നരകത്തിൽ നിന്ന് പുറത്തു കടത്തുകയും ചെയ്യും. അപ്പൊ നരകത്തിൽ നിന്ന് അവരെ ഈമാനുണ്ടല്ലോ, ഈമാനുള്ളവൻ കാലാകാലം നരകത്ത് കടക്കൂല. അവരുടെ തെറ്റിന്റെ തോതനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കാൻ ചിലപ്പോൾ നരകത്തിൽ പോകേണ്ടി വന്നാലും അത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ചിലപ്പോൾ നബിമാരുടെ ശുപാർശയാവാം, അല്ലെങ്കിൽ ഔലിയാക്കളുടെ ശുപാർശയാവാം, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ ശുപാർശയാവാം, മലക്കുകളുടെ ശുപാർശയാവാം, സാലിഹികളുടെ ശുപാർശയാവാം, മറ്റു പല കാരണങ്ങളുമാകാം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതു കാരണത്തായാലും അവര് നരകത്തിൽ നിന്ന് അവർ പുറത്തു കടക്കുമ്പോൾ ഈ നരകത്തിലുള്ള അവിശ്വാസികൾ ചിന്തിക്കാണ്, ഇവരെ അതേ നിലപാട് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, അഥവാ നമ്മളും മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കും ലഭിച്ചേനെ എന്ന്. അതാണ് ഇവിടെ പറയണത്. എന്ത്? റുബമായ വദ്ദുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ ആഗ്രഹിക്കും ചിലപ്പോൾ ലൗ കാനൂ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അവര് അഹങ്കാരത്തിന്റെയും അതേപോലെ സത്യനിഷേധത്തിന്റെയും വല്ലാത്തൊരു ശൈലി ആവേശത്തോടുകൂടെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ആവേശത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന ആളുകളോട് എന്തു സമീപനം സ്വീകരിക്കണം എന്നാണ് തുടർന്ന് പറയുന്നത്. ദർഹും, തങ്ങൾ അവരെ വിട്ടേക്കൂ നബിയെ, യഅ്കുലു, അവർ കുടിച്ച് ഭുജിച്ച് സുഖിച്ച് ജീവിക്കട്ടെ, വയുൽഹിഹിമുൽ അമൽ, അവരുടെ വ്യാമോഹങ്ങളിൽ അവർ വ്യാപൃതരാവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ എല്ലാമുണ്ട്, ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ചില മനക്കോട്ടകൾ കെട്ടി അതിനകത്തുള്ള ആർമാദിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരതുമായിട്ട് മുന്നോട്ട് പോകട്ടെ, ഒരു നിശ്ചിത സമയം വരെ അവർക്കതിന് അവസരമുണ്ട്. പക്ഷേ ഫസൗഫ യഅലമൂൻ, പിന്നീട് അവർക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങളുടെ സ്ഥിതിയെന്ന്. അതാണ് അല്ലാഹു തആല പറയുന്നത്. വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹാ കിതാബും മഅലൂം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഒരു ഗ്രാമവാസികളെയും നാം നശിപ്പിച്ചിട്ടില്ല അതിനൊരു അറിയപ്പെട്ട അവധി ഉണ്ടായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ നിഷേധികളാകുമ്പോൾ, പ്രവാചകന്മാരെ തള്ളിപ്പറയുമ്പോൾ അവർക്കെതിരെ ഉടനാണ് ശിക്ഷ നടപ്പാക്കുന്ന രീതിയല്ല അള്ളാഹു സ്വീകരിക്കുക.
അവർക്കൊരു നിശ്ചിത സമയം വരെ അള്ളാഹു സാവകാശം നൽകും. അതിനിടക്ക് മനസ്സു മാറി ശരിയുടെ റൂട്ടിലേക്ക് കടന്നു വരാനുള്ള അവസരം അള്ളാഹു അനുഗ്രഹമായി നൽകുകയാണ്. അത് നൽകാതെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ആ നിശ്ചിത അവധി വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നാശം കൊടുക്കും, ശിക്ഷ നൽകും. ആ ശിക്ഷ അള്ളാഹു തആല കണക്കാക്കിയതിന്റെ മുന്നേ പോകാനോ അല്ലെങ്കിൽ അതിനെ അവഗണിക്കാനോ അതിനെ കവച്ചുവെച്ച് മുന്നോട്ട് പോകാനോ അവർക്ക് സാധിക്കില്ല. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ, ഒരു സമുദായത്തിനും അവർക്ക് നിശ്ചയിച്ച അവധിയെ മുൻകടക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ നാശത്തിന് അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്ന സമയത്തിന് മുന്നേ മരിക്കണം എന്ന് വിചാരിച്ചാൽ അവർക്കതിന് സാധിക്കില്ല. അതേപോലെ തന്നെ ഒമാ യസ്തഖിറൂൻ, അവർ പിന്തുകയുമില്ല. വെച്ചാൽ അള്ളാഹു തആല നശിപ്പിക്കാൻ തീരുമാനിച്ചവർക്ക് ആ തീരുമാനിച്ച സമയം കഴിഞ്ഞിട്ടും നശിക്കാതെ രക്ഷയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവുകയുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ഉസ്ദില അലൈഹി ദിക്ർ, ആരുടെ മേലിലാണോ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് അഥവാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ പ്രവാചകരെ, ഇന്നക ലമജ്നൂൻ, നിശ്ചയം നിങ്ങൾ ഭ്രാന്തൻ തന്നെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കണം എന്ന് പറയാൻ വേണ്ടി തങ്ങൾ വന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വന്നത് പിടിക്കാത്ത ആളുകൾ നബി തങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന്. ആ ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് അവരതിന് കാരണം പറയണത് എന്താ? ലോ മാ തഅ്തീന ബിൽ മലായിക, നിങ്ങൾ എന്തുകൊണ്ടാണ് മലക്കുകളെ കൊണ്ടുവന്ന് തരാത്തത് ഞങ്ങൾക്ക്? ഇൻ കുന്ത മിനസ് സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പ്രവാചകരാണ് എന്നതിന് സാക്ഷിയായിട്ട് അത് സ്ഥിരീകരിക്കുന്ന മലക്കുകൾ എന്തുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നില്ല എന്നവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ഒരാള്, ഞങ്ങളെ നാട്ടുകാരനായിട്ടുള്ള ഒരാള്, ഞങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രവാചകത്വം നിങ്ങൾക്ക് കിട്ടിയെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല, അതിന് മാലാഖമാര് വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നവര് അഹങ്കാരം പറഞ്ഞു. അതേപോലെ തന്നെ വെറുതെ ഒരു കുശുമ്പ് പറഞ്ഞു. എന്നാൽ അല്ലാഹു തആല അതിന് പറയുന്ന മറുപടി എന്താ? മാ നുനസ്സിലുൽ മലായികത ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായമായ കാരണം കൊണ്ടല്ലാതെ മലക്കുകളെ ഇറക്കുന്നതല്ല. വമാ കാനൂ ഇദം മുൻദരീൻ, ആ സമയത്ത് അവര് സാവകാശം നൽകപ്പെടുന്നവരല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ശിക്ഷയുമായി മലക്കുകൾ വന്നാൽ, അല്ലെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു നിങ്ങൾ നബിയാണ് എന്ന് വാദിച്ചുകൊണ്ട് മലക്കുകൾ വന്നാൽ, എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സഡൻ ശിക്ഷ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് സാവകാശം നൽകുക എന്ന കാരുണ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല മലക്കുകളെ ഇറക്കി സ്ഥിരീകരിക്കാത്തത് എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. ഇനി മറ്റൊരു സാങ്കേതികത്വവും കൂടെ അവിടെ ഉണ്ട്. മലക്കുകളെ ഇറക്കിയാലും ആ മലക്കുകൾക്കും ഇവരുടെ മുന്നിലെത്തുമ്പോൾ ഇവർക്ക് മലക്കുകളുമായി സംവദിക്കണമെങ്കിൽ, മലക്കുകളുമായി കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെങ്കിൽ എന്തു വേണം? മലക്ക് മനുഷ്യന്റെ സ്വഭാവത്തിലും പ്രകൃതിയിലും ഇങ്ങോട്ട് വരണം. അപ്പൊ പിന്നെ ആ വന്ന മലക്കിനെ ഇവരെന്തായിട്ടേ കാണൂ? മനുഷ്യനായിട്ടേ കാണൂ. അതുകൊണ്ട് ഇതൊരു ആവശ്യമില്ലാത്തൊരു അവകാശവാദം ഉന്നയിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നിശ്ചയം ഈ ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ സംരക്ഷിക്കുകയും നമ്മൾ തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാനോ ഒന്നും തന്നെ ആര് ശ്രമിച്ചാലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഖുർആനിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. മുൻകാല ഗ്രന്ഥങ്ങളിലൊക്കെ അതിന്റെ സുരക്ഷിതത്വം നോക്കാൻ ആ സമൂഹങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചു. പക്ഷെ അവരതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി, അവർക്ക് തോന്നിയതുപോലെയുള്ള കൈകടത്തലുകൾ നടത്തി, എഡിറ്റിംഗിന് വിധേയമാക്കി. എന്നാൽ വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതുകൊണ്ട് തന്നെ ആ ഖുർആനിൽ എന്തെങ്കിലും ഒരു തിരുമറി നടത്താൻ ആരു പരിശ്രമിച്ചാലും അത് കയ്യോടെ പിടിക്കപ്പെടുകയും ആ പരിശ്രമം വൃഥാവിലാവുകയും ചെയ്തുകൊണ്ട് ഖുർആനിനെ അതിന്റെ ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്ന് വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിപ്പിച്ച നാമാണ് വഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അതായത് പ്രവാചകന്മാരുടെ എതിരാളികളായിട്ട് മുശ്രിക്കുകൾ നാലു ഭാഗത്തു നിന്നും ആക്രമണോത്സുകതയോടുകൂടെ നബിതങ്ങൾക്ക് നേരെ കടിച്ചു കീറാൻ വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ അവർക്ക് വിട്ടുകൊടുക്കാതെ വല്ലാഹു യാസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു തങ്ങളെ സംരക്ഷിക്കുമെന്ന പടച്ചതമ്പുരാന്റെ ആ പ്രോമിസിന്റെ ആശയമാണ് ഇവിടെ എന്നും എന്തുണ്ട് വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നതിന് വ്യാഖ്യാനമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പിന്നെ വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയാഇൽ അവ്വലീൻ, നിശ്ചയം തങ്ങളുടെ മുമ്പ് മുൻകാല സമൂഹങ്ങളിൽ നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്.
എന്തിനാണ് ആ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാരെ എതിർക്കുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മുത്തനബിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമവും വേദനയും. അപ്പൊ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയാണ്, നബിയെ, മക്കത്തെ മുശ്രിക്കുകൾ തങ്ങളെ നിഷേധിച്ചുവെങ്കിൽ ഈ പ്രോസസ്സ് ഇന്ന് തുടങ്ങിയതല്ല. തങ്ങളുടെ മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതാതു കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ റെസ്പോണ്ട് ഇவ்விധം തന്നെയായിരുന്നു ആ പ്രവാചകന്മാരോട്. അതിന്റെ തുടർച്ചയാണ് തങ്ങളും. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഈ നെഗറ്റീവ് റെസ്പോണ്ട് അതൊരിക്കലും തങ്ങളെ വേദനിപ്പിക്കേണ്ടതില്ല. റസൂലിൻ, അവർക്ക് ആ മുൻഗാമികൾക്ക് ഓരോ ദൂതന്മാർ വരുമ്പോഴും ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരാ പ്രവാചകന്മാരെ പരിഹസിക്കുകയായിരുന്നു. ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുകയായിരുന്നു, അഹങ്കരിച്ച് മാറി നിൽക്കുകയായിരുന്നു. അതേ സമീപനം തങ്ങളോടും ഇവർ സ്വീകരിക്കുന്നു. കദാലിക നസ്ലുഖുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, ഇപ്രകാരം ഈ അക്രമികളായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഈ അഹങ്കാരവും ശിർക്കും അതേപോലെ തന്നെ നിഷേധവും ഒക്കെ നമ്മൾ പ്രവേശിപ്പിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലാ യുഅ്മിനൂന ബിഹി, അവർ ഈ സത്യം വിശ്വസിക്കുകയില്ല. വഖദ് ഖലത്ത് സുന്നത്തുൽ അവ്വലീൻ, വാസ്തവത്തിൽ ആദ്യകാലക്കാരുടെ ചര്യ, അവരിലുള്ള പതിവ് കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിഷേധത്തിലൂടെ കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തിന് അല്ലാഹു തആല ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതിന്റെ ഉദാഹരണങ്ങളൊക്കെ അവർക്കറിയാം. എന്നിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നന്നാവാൻ അവർ പരിശ്രമിക്കുന്നില്ല എന്നർത്ഥം. ഇനി അവർക്ക് എന്ത് തെളിവുകളുടെ കമ്മിയോ കുറവോ ഒന്നുമല്ല. കാരണം എന്താ? വലൗ ഫതഹ്നാ അലൈഹിം ബാബം മിനസ് സമായി, അവരുടെ മേലിൽ നമ്മൾ ആകാശത്തുനിന്നൊരു കവാടം തുറന്നു കൊടുക്കുകയും ഫദല്ലൂ ഫീഹി യഅർജൂൻ, എന്നിട്ട് ആ കവാടത്തിലൂടെ അവർ ആകാശത്തേക്ക് ഇങ്ങനെ കയറിപ്പോവുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് കയറിപ്പോയിട്ട് അവർ കാണാത്ത സംഗതികളൊക്കെ കണ്ട് തങ്ങൾ ശരിയാണ് എന്നതിനൊരു തെളിവായിട്ട് അല്ലാഹു തആല അങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുത്താൽ പോലും ലഖാലു, അവർ പറയുക തന്നെ ചെയ്യും, ഇന്നമാ സുഖിറത്ത് അബ്സാറുനാ, നിശ്ചയം നമ്മുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചിരിക്കുകയാണ്. വൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ, നമ്മൾ മാരണം ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് പറയുകയല്ലാതെ, നമുക്കെന്തോ കുഴപ്പം പറ്റിയെന്ന് പറയല്ലാതെ, ഇത് അള്ളാഹുവിന്റെ പ്രവാചകരാണ് തങ്ങളെന്നതിനുള്ള സ്ഥിരീകരണവും സാക്ഷിയും അതിനുള്ള തെളിവുമാണ് എന്ന് സമ്മതിക്കാനും ഉൾക്കൊള്ളാനും അവർ തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഈ നിഷേധാത്മകമായ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ തങ്ങളെ വേദനിപ്പിക്കേണ്ടതില്ല, വിഷമിപ്പിക്കേണ്ടതില്ല. മുൻകാലത്ത് പ്രവാചകന്മാർ വന്നു, ആ പ്രവാചകന്മാരോട് ആ നാട്ടുകാർ ഇவ்விധം തന്നെ പ്രതികരിച്ചു. തങ്ങളോടും അതേ പ്രതികരണം തന്നെ ഇവർ തുടരുകയാണ്. തെളിവുകളുടെ അഭാവമല്ല, തങ്ങൾ പ്രവാചകനാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടാത്തതുമല്ല, മറിച്ച് നിഷേധത്തിൽ മൂടുറച്ചു പോയതാണ് ഇവരുടെ കുഴപ്പം. അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല, എന്ത് തന്നെ കൊടുത്താലും എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു തആല നമ്മളെയൊക്കെ സത്യത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.